സർ നമസ്കാരം. സാമ്പത്തിക ശാസ്ത്രജ്ഞയും അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് IMFന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും മലയാളി കൂടിയായിട്ടുള്ള ഗീതാ ഗോപിനാഥ് IMF വിടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി. അപ്പോൾ IMFന്റെ തലപ്പത്തെ രണ്ടാമത്തെ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്ന ഈ ഗീതാ ഗോപിനാഥ് അധ്യാപന ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം. ആക്ച്വലി അത് തന്നെയാണോ കാര്യം? അവർ അങ്ങനെ അധ്യാപക ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹാർവാർഡ് സ്കൂളിൽ നിന്ന് ഹാർവാർഡ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗീതാ ഗോപിനാഥ്. അപ്പം ധാരാളം ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അവരെ പ്രത്യേക ഔദ്യോഗിക പദവികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കുറഞ്ഞ 2016 തൊട്ട് 18 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട്, അതായത് ഇതൊന്നും പ്രതിഫലം പറ്റാതെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ഇരുന്നിട്ടുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പദവി അവർ സ്വീകരിച്ചായിട്ട് കാണുന്നില്ല. കേരളത്തിൽ ആ പദവി സ്വീകരിക്കാൻ ഒരുപക്ഷെ ഇടയാക്കിയത് അവർക്ക് AKGയുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള ഒരു സമീപനമായിരിക്കണം. പക്ഷെ അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് വളരെ പ്രഗത്ഭനായ ഒരു ധനകാര്യമന്ത്രി തന്നെ ഉണ്ടായിരുന്നു, ഡോക്ടർ തോമസ് ഐസക്. അപ്പം അധികം ഉപദേശങ്ങളോ മറ്റ് നിർദ്ദേശങ്ങളുടെ ഒന്നും ആവശ്യം സർക്കാരിന് അന്നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥ് ഇപ്പൊ പെട്ടെന്ന് വിരമിക്കുകയല്ല. ഒരു വർഷം മുമ്പേ തന്നെ ഇതിനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റ് 25-ാം തീയതി പൂർണ്ണമായിട്ട് അവർ പദവിയിൽ നിന്നും പുറത്തിറങ്ങും, ഡെപ്യൂട്ടി MD എന്നുള്ള പദവി IMFന്റെ. അത് കഴിഞ്ഞിട്ട് തൻ്റെ പഴയ ലാവണത്തിലേക്ക്, അതായത് ഹാർവാർഡിലേക്ക് പഠിപ്പിക്കാൻ പോകണം. എക്കണോമിക്സ്. അവർ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. കൽക്കട്ടയിൽ ജനിച്ചു. മൈസൂറിൽ നിന്നും ഗ്രാജുവേഷൻ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG, പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും ഒരു PG ഗവേഷണം. അങ്ങനെ പോയിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബൂത്ത് സ്കൂളിലാണ് അവർ അധ്യാപനം ആരംഭിക്കുന്നത്. 2005 ഹാർവാർഡിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ടാണ് 2019 IMFൽ എത്തിച്ചേരുന്നത്. അപ്പം ഇവരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഗീതാ ഗോപിനാഥിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. മാത്രമല്ല വളരെ പ്രോഗ്രസീവും നമുക്ക് പ്രതീക്ഷ നൽകുന്നതുമായൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ഗീതാ ഗോപിനാഥ്. 1971 അതായത് AKG മരിക്കുമ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു ഗീതാ ഗോപിനാഥ്. 1971 ജനനം. പിന്നീട് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ എന്ന നിലയിൽ ഈ 53 വയസ്സിനിടയിൽ വളരെ സമുന്നതമായ പദവി അലങ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് മെച്ചമാണ്. ഇനിയും ഇവര് അവിടെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു ദോഷമെന്നുള്ള കാര്യമല്ല. കുട്ടികൾക്ക് അവരുടെ സ്റ്റുഡൻസിന് വളരെ പ്രഗത്ഭയായ ഒരു അധ്യാപികയെ ലഭിക്കും. പക്ഷേ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു വരണം എന്ന് ഗീതാ ഗോപിനാഥിന് തോന്നിയാൽ, അവർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവില് അവര് സൂചിപ്പിച്ച ഒരു മേഖലയുണ്ട്. അത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് ഗീതാ ഗോപിനാഥ് പറയുന്ന ഒരു കാര്യം വലിയ കാര്യമാണ്. അതായത് സാമ്പത്തിക ലോകത്തിന്റെ അതിരുകളൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ക്രിപ്റ്റോ കറൻസിയെ അക്സെപ്റ്റ് ചെയ്യണം. അതിന്റെ ടെക്നോളജി, അല്ലെങ്കിൽ അതിന്റെ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു കാര്യമാണ്.
അത് നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അപ്പൊ ഇതിൻ്റെ അകത്ത് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ധാരാളം ആളുകൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം. ആ നിയന്ത്രണം കൊണ്ടുവരുന്നിടത്ത് ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് മാറും എന്നാണ് ഗീതാ ഗോപിനാഥ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം നമ്മൾ 2021 ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ വിനിമയത്തിന്റെ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു. പക്ഷെ ആ ബില്ല് അവിടെ ചത്തു കിടക്കുകയാണ്. അത് പാസ്സാക്കിയിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടുത്തത് പുതുക്കുകയും പക്ഷേ അതിന് മുന്നോട്ട് ആ ബില്ലിന് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യാണ്. ഇപ്പൊ വീണ്ടും ഈ വർഷകാല സമ്മേളനത്തിൽ ആ ബില്ല് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കണ്ടത്, അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഗീതാ ഗോപിനാഥ് താല്പര്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ രംഗത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അത് മാത്രമായിരിക്കില്ല, അതായത് ക്രിപ്റ്റോ കറൻസിക്ക് ഒരു പുതിയ റിസർവ് ബാങ്ക് പോലെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിക്ക് പുതിയ ഒരു ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു അത് വർക്ക് ചെയ്യാനും അതിനെ നിരീക്ഷിക്കാനും അതിനെ മോണിറ്റർ ചെയ്യാനും അതിനെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഫീസ് വരികയാണെങ്കിൽ അതിന്റെ തലപ്പത്തെത്താൻ സർവഥാ യോഗ്യയായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ഇന്ത്യക്കാരിയായ ഗീതാ ഗോപിനാഥ്. അതിലുപരി ഇന്ത്യയിലെ നീതി ആയോഗിന്റെ തലപ്പത്തേക്കും അവരെ പരിഗണിക്കാവുന്നതാണ്. കാരണം ഈ വരും കാലങ്ങളിൽ, അതായത് ഇന്ത്യയിലെ മൊത്തം പ്ലാനിങ് സ്റ്റേറ്റുകളുടെയും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള സകലവിധ പ്ലാനിങ്, സാമ്പത്തികം മാത്രമല്ല സകലവിധ പ്ലാനിങ്ങുകളും, അതായത് ഇപ്പോഴത്തെ ഈ ക്യാപിറ്റലിസ്റ്റ് മൂലധന നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുള്ള ഈ കാലയളവിൽ ഇത്തരം ഒരു ഔന്നത്യമുള്ള ഒരാള് നീതി ആയോഗിന്റെ തലപ്പത്ത് വരുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. ഇപ്പോഴിരിക്കുന്ന രാജീവ് നോറ്റമാണ് അദ്ദേഹത്തിന് നീതി ആയോഗിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. 3 വർഷമാണ് സാധാരണഗതിയിൽ നീതി ആയോഗിലെ തലവനായിട്ടുള്ള കാലാവധി കൊടുക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇനി സാധ്യതയുള്ള ഒരു ഏറ്റവും ഇന്ത്യയിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഓഫർ ചെയ്യാവുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ തലൈവിയായിട്ട് അവരെ ക്ഷണിക്കുകയും ഇന്ത്യയുടെ പ്ലാനിങ്, കാരണം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ വൻകിട സാമ്പത്തിക ശക്തിയായിട്ട് കുതിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ഈ കാലത്തെ എത്രയും കാലത്തെ എക്സ്പീരിയൻസ് അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതിന് പ്രധാനമന്ത്രി അതിനെപ്പറ്റി ചിന്തിക്കട്ടെ. അവര് ഇന്ത്യയുടെ നീതി ആയോഗിന്റെ തലൈവിയായിട്ട് വരട്ടെ. അതിനുവേണ്ടി എന്നൊക്കെ നമുക്ക് ഇപ്പോൾ അതിനെപ്പറ്റി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ഡിസിഷൻ എന്താണ് എന്ന് അവർക്കറിയില്ല. ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്താണെന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർവഥാ യോഗ്യയായിട്ടുള്ള, നീതി ആയോഗിന്റെ തലപ്പത്ത് വരാൻ സർവഥാ യോഗ്യയായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ഗീതാ ഗോപിനാഥ്. സർ, കേന്ദ്രം ഇതുവരെയും അർഹതയുള്ളവരെ അർഹതപ്പെട്ട പൊസിഷനുകളിലേക്ക് എത്തിക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഗീതാ ഗോപിനാഥിനും സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നീതി ആയോഗിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നേക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ശോഭനമാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സർ.